ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജോജി ജോർജ് നായകനായെത്തിയ ഏറ്റവും പുതിയ സിനിമയായ വരവ് എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ വൺലൈൻ എന്തെന്നാൽ, അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥരായി വളരുന്ന 3 സഹോദരന്മാർ. അവരെയെല്ലാം വളർത്തിയിരുന്നത് അവരുടെ ചേച്ചിയായിരുന്നു. അങ്ങനെ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ കുടുംബത്തിലെ ആ 3 സഹോദരന്മാരിൽ ഒരാളെ കാണാതെ പോവുകയാണ്. സഹോദരന്മാരിൽ ഒരാളെ കാണാതെ പോയി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ഏറ്റവും മൂത്ത ചേട്ടനും ഒരു കൊലക്കേസിൽ ജയിലിൽ പോവുകയാണ്. ജയിലിൽ പോയ മൂത്ത സഹോദരൻ കുറച്ചു വർഷങ്ങൾക്കു ശേഷം പരോളിൽ വെളിയിൽ വരികയാണ്. അങ്ങനെ വെളിയിൽ വന്ന മൂത്ത സഹോദരൻ കാണാതെ പോയ തന്റെ സഹോദരനെ തേടി കണ്ടുപിടിക്കുന്നതാണ് ഈ സിനിമ. മൂത്ത സഹോദരൻ ആരെ കൊന്നതിനാണ് ജയിലിൽ പോയത്, കാണാതെ പോയ അവരുടെ അനിയന് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം നമുക്ക് ഈ സ്റ്റോറിയിലൂടെ അറിയാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ 7 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പരോളിൽ വരുന്ന പോൾസൺ എന്ന ഈ സിനിമയിലെ നായകനെയാണ് കാണിക്കുന്നത്. ഈ പോൾസൺ ആണ് ആ 3 സഹോദരന്മാരിലെ ഏറ്റവും മൂത്തവൻ. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോയതാണ് പോൾസൺ. ഇപ്പോൾ 10 ദിവസത്തെ പരോളിന് വന്നിരിക്കുന്നതാണ്. ജയിലിൽ നിന്നിറങ്ങിയ പോൾസൺ ആണെങ്കിൽ ഇപ്പോൾ ബസ്സിൽ തന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കുറെ ആളുകൾ ആ ബസ്സിനകത്ത് കയറി പോൾസനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ പോൾസനും അത്ര മോശമൊന്നും ആയിരുന്നില്ല. തന്നെ ആക്രമിക്കാൻ വന്ന എല്ലാവരെയും പോൾസൺ അടിച്ച് ഓടിക്കുകയും ചെയ്തു. നമ്മുടെ ഈ പോൾസന് ധാരാളം ശത്രുക്കൾ ഉള്ളതാണ്. അതിലേതോ ഒരാളാണ് പോൾസനെ കൊല്ലാനായി ആ ഗ്യാങ്ങിനെ അയച്ചതും. അങ്ങനെ പോൾസൺ ഇപ്പോൾ തന്റെ നാട്ടിലെത്തിയിരിക്കുകയാണ്. നാട്ടിലെത്തിയ പോൾസൺ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ഒരു കൂട്ടുകാരനെ ഫോൺ ചെയ്ത് അവിടേക്ക് വരാൻ പറഞ്ഞ് ആ കൂട്ടുകാരനെയും കൂട്ടി മറ്റൊരു കൂട്ടുകാരന്റെ ചായക്കടയിലേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരുമാണ് പോൾസന്റെ ഏറ്റവും വലിയ കൂട്ടുകാർ. അവരെപ്പോഴും ഒത്തുകൂടുന്നത് ആ ചായക്കടയിലായിരുന്നു. ആ ചായക്കടയിലെത്തിയ പോൾസൺ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ ബാഗിലാണെങ്കിൽ നിറയെ പണമായിരുന്നു. അത് കണ്ട് അവർ പോൾസനോട് നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയതെന്ന് ചോദിക്കുന്നുമുണ്ട്. അതിന് പോൾസൺ അവരോട് ഈ പണമൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ പിന്നീട് പറയാം, ഞാൻ തിരികെ ജയിലിൽ പോകുന്നത് വരെ ഈ ബാഗ് ഇവിടെ സേഫ് ആയിട്ട് വെച്ചേക്കാൻ പറഞ്ഞ് പോൾസൺ ആ ബാഗ് തന്റെ കൂട്ടുകാരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതിനുശേഷം പോൾസൺ തന്റെ ചേച്ചിയായ ഡെയ്സിയെ പോയി കാണുകയാണ്. ഡെയ്സി ഒരു കന്യാസ്ത്രീ ആയിരുന്നു. ചേച്ചി ഡെയ്സിയെ കണ്ടതും പോൾസന് തന്റെ ചെറുപ്പകാലത്തെ കുറിച്ചെല്ലാം ഓർമ്മ വരികയാണ്. അച്ഛനും അമ്മയും മരിച്ചതിനു ശേഷം ഡെയ്സി ചേച്ചിയാണ് പോൾസനെയും അനിയന്മാരെയും എല്ലാം വളർത്തിയത്. അവരാകെ 4 മക്കളായിരുന്നു. ഏറ്റവും മൂത്തത് ഡെയ്സി ചേച്ചി, രണ്ടാമത്തേത് ഈ സിനിമയിലെ നായകനായ പോൾസൺ, മൂന്നാമത്തേത് സെബാൻ, ഏറ്റവും ചെറുത് വില്യം. ഈ ഏറ്റവും ചെറിയ വില്യം എന്ന സഹോദരനെ 7 വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയതാണ്. വില്യമിനെ കാണാതെ പോയതിനു ശേഷം അവരെല്ലാവരും വില്യമിനെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിരുന്നു. എന്നാൽ വില്യമിന് എന്ത് സംഭവിച്ചു എന്ന് പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വില്യമിനെ കാണാതെ പോയി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കൊലപാതക കുറ്റത്തിന് പോൾസൺ ജയിലിൽ പോവുകയും ചെയ്തു. അവരിൽ മൂന്നാമനായ സെബാൻ ഇപ്പോൾ അവരുടെ നാട്ടിലെ MLA ആണ്. പോൾസൺ ജയിലിലായിരുന്ന സമയത്താണ് സെബാൻ MLA ആയതും. സെബാൻ എങ്ങനെയാണ് MLA ആയത് എന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. സെബാൻ ഒരു MLA ആയിരുന്നിട്ട് കൂടി തന്റെ അനിയനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിനൊന്നും ശ്രമിച്ചിരുന്നില്ല. മാത്രവുമല്ല കുടുംബവുമായി പഴയ ഒരു അടുപ്പമൊന്നും ഇപ്പോൾ സെബാൻ ഉണ്ടായിരുന്നുമില്ല. വില്യമിനെ കാണാതായതിൽ ചേച്ചി ഡെയ്സിക്കും പോൾസനും മാത്രമേ സങ്കടമുണ്ടായിരുന്നുള്ളൂ. സെബാൻ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചേച്ചി വിഷമിച്ചിരിക്കുന്നത് കണ്ട പോൾസൺ ചേച്ചിയോട് ചേച്ചി വിഷമിക്കേണ്ട, പരോൾ തീർന്ന് ഞാൻ തിരികെ ജയിലിൽ പോകുന്നതിന് മുമ്പ് വില്യമിനെ ഞാൻ കണ്ടെത്തുമെന്നും പറഞ്ഞ് പോൾസൺ ചേച്ചി ഡെയ്സിയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. പോൾസൺ ഇപ്പോൾ തന്റെ കൂട്ടുകാരന്റെ ചായക്കടയിലേക്ക് വന്നിരിക്കുകയാണ്. അതേസമയം ആ ചായക്കടയ്ക്ക് മുന്നിലായി കുറെ റൗഡികൾ ആരോ ഒരാളെ അടിച്ചു കൊന്ന് അയാളുടെ തലയും വെട്ടിയെടുത്ത് അവിടെ മുഴുവനും അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ റൗഡികളിൽ ഒരാൾ ആ തലയും പിടിച്ചു നിന്നവനോട് മതിയടാ, ഇനി ആ തല കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്, അത് കളഞ്ഞിട്ട് വാ, നമുക്ക് ഇവിടെ നിന്നും പോയേക്കാം എന്ന് പറയുകയാണ്. അത് കേട്ട അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തല അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിലേക്ക് എറിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി പോൾസന്റെ കൂട്ടുകാരന്റെ ചായക്കടയിലേക്ക് വരികയാണ്. അതെല്ലാം കണ്ട് ഓൾറെഡി കലിപ്പിലായിരുന്ന പോൾസൺ അവിടേക്ക് വന്ന ആ റൗഡികളെയെല്ലാം അവിടെ നിന്നും അടിച്ചോടിക്കുകയാണ്. അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പോൾസൺ അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒപ്പിടാനായി പോവുകയാണ്. അതായത് പോൾസൺ പരോളിന് വന്നിട്ടുള്ള ആളാണല്ലോ, അതിനാൽ എല്ലാ ദിവസവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പോൾസന് ഒപ്പിടേണ്ടതായി ഉണ്ടായിരുന്നു. അതേസമയം തന്നെ തന്റെ ചായക്കടയുടെ മുമ്പിൽ നടന്ന അടിയെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാനായി പോൾസന്റെ കൂട്ടുകാരനും ആ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുക്കാൻ വന്ന പോൾസന്റെ കൂട്ടുകാരനോട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന SI നിങ്ങളുടെ ചായക്കടയ്ക്ക് മുമ്പിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണ്, ആ പ്രശ്നമുണ്ടാക്കിയ ഗ്യാങ്ങിനെ അവിടെ നിന്നും അടിച്ചോടിച്ചത് ആരാണ്
കൂട്ടുകാരാണ് എന്നെല്ലാം ചോദിക്കുന്നുമുണ്ട്. അതിന് പോൾസന്റെ കൂട്ടുകാരൻ ആ ഗ്യാങ്ങിനെയെല്ലാം അവിടെ നിന്നും അടിച്ചോടിച്ചത് വില്യം ആണെന്ന് പറയുകയാണ്. അത് കേട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്കായി. അതായത് വില്യം എന്നത് പോൾസന്റെ കാണാതായ അനിയനാണല്ലോ. അവനെ കാണാതായിട്ട് 7 വർഷമായി. പിന്നെ എങ്ങനെ അവൻ വന്ന് അവരെയെല്ലാം അടിച്ചോടിക്കാനാണ്? ശരിക്കും ആ ഗ്യാങ്ങിനെ അടിച്ചോടിച്ചത് പോൾസൺ ആണല്ലോ. അത് പോൾസന്റെ കൂട്ടുകാരൻ അറിയുകയും ചെയ്യാം. എന്നിട്ടും എന്തിനാണ് പോലീസുകാരോട് വില്യമിന്റെ പേര് പറഞ്ഞതെന്നല്ലേ? വില്യമിനെ കാണാതായി 7 വർഷമായിട്ടും പോലീസുകാരും തന്നെ വില്യമിനെ കുറിച്ച് യാതൊന്നും അന്വേഷിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ചെയ്തത് വില്യമാണെന്ന് പറഞ്ഞാൽ പോലീസുകാർ വില്യമിനെ കുറിച്ച് അന്വേഷിക്കുമല്ലോ എന്നും കരുതിയാണ് പോൾസന്റെ കൂട്ടുകാരൻ പോലീസ് സ്റ്റേഷനിൽ വില്യമിന്റെ പേര് പറഞ്ഞതും. പോലീസ് സ്റ്റേഷനിൽ വില്യമിന്റെ പേര് പറയാൻ പോൾസൺ തന്നെയാണ് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞിരുന്നതും. അതേസമയം സീൻ കട്ടായി ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് പോൾസൺ എന്തിനാണ് ജയിലിൽ പോയതെന്നും വില്യം എങ്ങനെയാണ് കാണാതായതുമെന്നുള്ള ഫ്ലാഷ് ബാക്ക് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ പോൾസനും ചേച്ചിയും അനിയന്മാരുമെല്ലാം വളരെയധികം സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വില്യം ആണെങ്കിൽ ലിഷ എന്നൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു. ഈ ലിഷയാണെങ്കിൽ സാധാരണ വീട്ടിലെ പെൺകുട്ടി ആയിരുന്നില്ല. അവരുടെ നാട്ടിലെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യനായ അവരുടെ ആ നാട് തന്നെ ഭരിക്കുന്ന മേടയിൽ കൊച്ചേട്ടന്റെ മകളായിരുന്നു ലിഷ. വില്യം ആണെങ്കിലോ സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽപ്പെട്ടതും. ലിഷയും വില്യവും തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ള കാര്യം ലിഷയുടെ അച്ഛൻ കൊച്ചേട്ടൻ അറിയുകയാണ്. അതറിഞ്ഞ കൊച്ചേട്ടൻ വില്യമിനോട് അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത അനാഥനായ നിനക്ക് എന്റെ മകളെ ഞാൻ തരില്ല, ഇനി എന്റെ മകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞ് വാൺ ചെയ്യുകയാണ്. ഈ സംഭവം നടന്ന് കുറച്ചു നാളുകൾക്കുള്ളിലാണ് വില്യമിനെ കാണാതെ പോകുന്നതും. വില്യമിനെ കാണാതെ പോയതും പോൾസനും ചേച്ചി ഡെയ്സിയും അനിയൻ സെബാനുമെല്ലാം എല്ലായിടത്തും വില്യമിനെ അന്വേഷിച്ചിരുന്നു. എന്നാൽ അവർക്കന്ന് വില്യമിനെ കുറിച്ചുള്ള യാതൊരു അറിവും ലഭിച്ചിരുന്നില്ല. അങ്ങനെ പോൾസൺ പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ അനിയൻ വില്യമിനെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന SI സക്കറിയ, നിന്റെ അനിയൻ ഏതോ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു എന്നറിഞ്ഞല്ലോ. അവളെ സ്വന്തമാക്കാനായി എവിടെയെങ്കിലും വിദേശത്തേക്ക് ജോലിക്ക് പോയതായിരിക്കും നിന്റെ അനിയൻ. കുറച്ചു നാളുകൾ കഴിയുമ്പോൾ അവൻ തന്നെ തിരികെ വന്നോളും എന്ന് പറയുന്നു. അതെല്ലാം കേട്ട് പോൾസന് കലിപ്പായെങ്കിലും സാർ 4-5 ദിവസമായി അവനെ കാണാതായിട്ട്. അവനെ കാണാതായതിൽ പ്രധാന കാരണം അവൻ ലിഷ എന്നൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു. ആ ലിഷയുടെ അച്ഛനായ മേടയിൽ കൊച്ചേട്ടനെയാണ് ഞങ്ങൾക്ക് സംശയം. അതിനാൽ അവരുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു. അത് കേട്ട് SI സക്കറിയ, ശരി നമുക്ക് ഒരുമിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞ് പോൾസനെയും കൂട്ടി കൊച്ചേട്ടന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ പോൾസൺ കൊച്ചേട്ടനോട് തന്റെ അനിയനെ കാണാതായതിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതിന് കൊച്ചേട്ടനും, നോക്കു പോൾസൺ, എന്റെ മകൾ ലിഷയും നിന്റെ അനിയൻ വില്യവും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നത് സത്യമാണ്. അത് ഞാൻ കയ്യോടെ പിടികൂടുകയും നിന്റെ അനിയൻ വില്യമിനെ വാൺ ചെയ്യുകയും ചെയ്തു എന്നത് സത്യമാണ്. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. പിന്നീട് അവൻ എന്ത് സംഭവിച്ചുവെന്നോ എനിക്കറിയില്ല. ആവശ്യമില്ലാതെ ഇവിടെ വന്ന് സമയം കളയണ്ട. ആ സമയം കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി നിന്റെ അനിയനെ അന്വേഷിക്ക് എന്ന് പറയുകയാണ്. അതെല്ലാം കേട്ടിട്ടാണെങ്കിൽ പോൾസന് കട്ടക്കലിപ്പ് ആകുന്നുണ്ടായിരുന്നു. തന്റെ അനിയനെ കണ്ടെത്തുന്നതാണ് പ്രധാനം എന്നോർത്ത് പോൾസൺ യാതൊന്നും പറഞ്ഞതുമില്ല. അതിനുശേഷം പോൾസൺ ലിഷയെ തനിയെ കണ്ട് വില്യമിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ലിഷയ്ക്കും വില്യമിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലായിരുന്നു. ഞാനും വില്യവും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് അച്ഛൻ അറിഞ്ഞിരുന്നു. അന്ന് അച്ഛൻ വില്യമിനോട് എന്റെ മകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് എന്നും പറഞ്ഞു വാൺ ചെയ്തിരുന്നു. അതിനടുത്ത ദിവസം മുതലാണ് വില്യമിനെ കാണാതായത് എന്ന് ലിഷ പോൾസനോട് പറയുന്നു. പോൾസൺ ആണെങ്കിൽ തന്റെ അനിയനെ കുറിച്ച് എല്ലായിടങ്ങളിലും അന്വേഷിക്കുന്നുണ്ടെങ്കിലും അനിയനെ കുറിച്ചുള്ള യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം SI സക്രിയ പോൾസന്റെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ വീടിന് പുറകിലായി ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് പോൾസന്റെ വീടിനകത്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. അതെല്ലാം കേട്ട പോൾസനും, എന്ത് ഞങ്ങളുടെ വീട്ടിൽ കൊലപാതകമോ? ഞാനാണെങ്കിൽ എന്റെ അനിയനെ കാണാനില്ലാത്തതിനാൽ അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആരെ കൊല്ലാനാണ് എന്നെല്ലാം ചോദിക്കുന്നുമുണ്ട്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ SI സക്രിയയും പോലീസുകാരും പോൾസന്റെ വീട് മുഴുവനും അരിച്ചു പെറുക്കുകയാണ്. അങ്ങനെ SI സക്രിയ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പോൾസന്റെ വീടിന് പുറകിൽ നിന്നും ഒരു ഡെഡ് ബോഡി കിട്ടുകയാണ്. SI സക്രിയ പോൾസന്റെ അടുത്ത് വന്നിട്ട്, നിന്റെ വീടിന് പുറകിൽ നിന്നാണ് ഈ ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നത്, അതിനാൽ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് നീയാണ് എന്നും പറഞ്ഞ് പോൾസനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതുമാത്രവുമല്ല, ആ കൊലപാതകം ചെയ്തത് പോൾസൺ തന്നെയാണ് എന്നും പറഞ്ഞ് ഒരാൾ പോൾസനെതിരെ സാക്ഷി പറയുകയും ചെയ്തു. ആ സാക്ഷി പറഞ്ഞയാൾ ലിഷയുടെ അച്ഛൻ കൊച്ചേട്ടന്റെ ആളായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത പോൾസൺ അങ്ങനെ കൊലപാതക കുറ്റത്തിന് ജയിലിലുമായി. അങ്ങനെ ഇപ്പോൾ പരോളിൽ പുറത്തു വന്ന പോൾസണും തന്റെ അനിയൻ വില്യമിനെ കണ്ടുപിടിക്കാനായി വില്യമിന്റെ പേരിൽ ധാരാളം ക്രൈമുകൾ ആ നാട്ടിൽ മുഴുവനും ചെയ്യാനും തുടങ്ങി.
അതോടൊപ്പം തന്നെ വില്യമിന്റെ പേരിൽ ക്രൈമുകൾ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അതെല്ലാം ചെയ്തത് വില്യം തന്നെയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നതിനായി വില്യമിന്റെ പേരിലുള്ള എന്തെങ്കിലും തെളിവുകളും ക്രൈം സ്പോട്ടിൽ പോൾസൺ വെക്കുമായിരുന്നു. കാരണം അങ്ങനെയെങ്കിലും പോലീസുകാർ വില്യമിനെ കുറിച്ച് അന്വേഷിക്കുമല്ലോ, അങ്ങനെ വില്യമിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്യാമല്ലോ. അതിനുവേണ്ടിയാണ് പോൾസൺ വില്യമിന്റെ പേരിൽ ക്രൈമുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം പോൾസനെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ SI സക്കറിയ ഇപ്പോൾ പോൾസന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയം പോൾസന്റെ വീട്ടിലാണെങ്കിൽ പോൾസന്റെ ചേച്ചി ഡെയ്സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. SI സക്കറിയ ഇപ്പോൾ പോൾസന്റെ വീട്ടിലേക്ക് വരാൻ കാരണം പോൾസൺ കൊണ്ടുവന്ന പണമടങ്ങിയ ബാഗ് എവിടെയെന്ന് അന്വേഷിക്കാനായിരുന്നു. സക്കറിയ ആണെങ്കിൽ ഡെയ്സി ഒരു പെണ്ണാണെന്ന് കൂടി വിചാരിക്കാതെ നിന്റെ അനിയൻ പോൾസൺ കൊണ്ടുവന്ന ബാഗ് എവിടെയാണ് എന്നും ചോദിച്ച് ഡെയ്സിയെ വളരെയധികം ഉപദ്രവിക്കുകയും ചെയ്തു. അതിനുശേഷം ആ വീട് മുഴുവനും അരിച്ചുപെറുക്കിയെങ്കിലും ആ ബാഗ് അവിടെ നിന്നും കിട്ടാത്തതിനാൽ തന്നെ സക്കറിയ അവിടെ നിന്നും തിരികെ പോവുകയും ചെയ്തു. തന്റെ അനിയൻ പോൾസൺ വീട്ടിൽ വന്നതും ചേച്ചി ഡെയ്സി സക്കറിയ വന്ന് തന്നെ ഉപദ്രവിച്ച കാര്യം പോൾസനോട് പറയുകയാണ്. തന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയ സക്കറിയയോട് പോൾസന് നല്ല കലിപ്പുണ്ടായിരുന്നു. അതുകൂടി കേട്ടപ്പോൾ കട്ടക്കലിപ്പായി മാറി. അങ്ങനെ ഇപ്പോൾ സക്കറിയയെ തേടി പോലീസ് സ്റ്റേഷനിലേക്ക് പോൾസൺ വന്നിരിക്കുകയാണ്. പോൾസന്റെ ഭാഗ്യമാണോ അതോ സക്കറിയയുടെ നിർഭാഗ്യമാണോ എന്നറിയില്ല. ആ സമയമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ സക്കറിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ പോൾസനും സക്കറിയയോടുള്ള തന്റെ സകല കലിപ്പും തീർക്കാനും കഴിഞ്ഞു. അതിനുശേഷം സക്കറിയയെ ആ പോലീസ് സ്റ്റേഷനകത്തിട്ട് പോൾസൺ ആ സ്റ്റേഷൻ മുഴുവൻ തീയിട്ട് നശിപ്പിക്കുകയാണ്. അതെല്ലാം തന്റെ കാണാതായ അനിയൻ വില്യമാണ് ചെയ്തത് എന്ന രീതിയിൽ ഒരു തെളിവ് അവിടെ വെക്കുകയും ചെയ്തു. അതോടെ ഇത്രയും നാളും ഒരു സാധാരണ കേസായിരുന്ന വില്യമിന്റെ കേസ് അന്വേഷിക്കുന്നതിനായി ഇപ്പോൾ CBI വന്നിരിക്കുകയാണ്. അതായത് ഒരു പോലീസ് സ്റ്റേഷനും ഒരു പോലീസുകാരനെയുമാണല്ലോ വില്യം കത്തിച്ചിരിക്കുന്നത്. അത് അന്വേഷിക്കുന്നതിനാണ് ഇപ്പോൾ CBI വന്നിരിക്കുന്നത്. അങ്ങനെ 7 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ വില്യമിനെ കുറിച്ച് CBI അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പോൾസൺ ആണെങ്കിൽ പരോളിൽ പുറത്തു വന്ന ആളാണല്ലോ. അതിനാൽ തന്നെ എല്ലാ ദിവസവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണമായിരുന്നു. തന്റെ അടുത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഇല്ലാത്തതിനാൽ മറ്റൊരു സ്റ്റേഷനിലാണ് ഇപ്പോൾ എല്ലാ ദിവസവും പോൾസൺ ഒപ്പിടാൻ പോകുന്നതും. അങ്ങനെ ഒപ്പിടാൻ വരുന്ന പോൾസനെ ആ സ്റ്റേഷനിലെ CI സംശയത്തോടെയാണ് നോക്കുന്നത്. കാരണം ഇത്രയും നാളും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഈ നാട്ടിൽ പോൾസൺ പരോളിന് വന്നതിന് ശേഷമാണ് പോൾസന്റെ അനിയനായ 7 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ വില്യമിന്റെ പേരിൽ ഇത്രയും ക്രൈമുകളെല്ലാം നടക്കുന്നത്. ഒരുപക്ഷെ തന്റെ അനിയന്റെ പേരിൽ ഇപ്പോൾ പോൾസൺ ആയിരിക്കുമോ ഈ ക്രൈമുകളെല്ലാം ചെയ്യുന്നത് എന്ന സംശയം CIക്ക് തോന്നുകയാണ്. അതിനാൽ തന്നെ CI പോൾസനോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട്. നീ തന്നെയല്ലേ നിന്റെ അനിയൻ വില്യമിന്റെ പേരിൽ ഈ ക്രൈമുകളെല്ലാം ചെയ്യുന്നതെന്ന്. അതിന് പോൾസനും സാറേ എന്റെ അനിയൻ വില്യമിനെ കാണാതായിട്ട് 7 വർഷം കഴിഞ്ഞു. അവൻ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തന്നാൽ അവന് ചെയ്യേണ്ട കർമ്മങ്ങളെങ്കിലും ഞങ്ങൾ ചെയ്തേനെ. അവനെ കണ്ടുപിടിക്കാൻ നോക്കാതെ വെറുതെ എന്നെ സംശയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ദയവ് ചെയ്ത് അവൻ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് കണ്ടുപിടിച്ചു തരാമോ എന്നും പറഞ്ഞ് വളരെ സങ്കടത്തോടെ പോൾസൺ അവിടെ നിന്നും പോവുകയാണ്. അതേസമയം കൊച്ചേട്ടന്റെ വീട് കാണിക്കുകയാണ്. കൊച്ചേട്ടന് ലിഷയെ കൂടാതെ മോഹൻ എന്നൊരു മകനും കൂടി ഉണ്ടായിരുന്നു. ആ മോഹനാണെങ്കിൽ ഇങ്ങനെ പോയാൽ പോൾസൺ തന്റെ കുടുംബത്തെ എല്ലാം നശിപ്പിക്കും എന്നും പറഞ്ഞ് വിദേശത്ത് നിന്നും ഒരു വലിയ ഗ്യാങ്ങിനെ വരുത്തി പോൾസനെ അറ്റാക്ക് ചെയ്യാതെ പോൾസന്റെ കൂട്ടുകാരെ രണ്ടുപേരെയും കൊല്ലുകയാണ്. അതറിഞ്ഞ് സകല നിയന്ത്രണവും പോയ പോൾസൺ മോഹനെയും മോഹന്റെ ആ ഗ്യാങ്ങിനെയും മൊത്തത്തിൽ വെട്ടി നിർത്തുകയാണ്. തന്റെ മകനെ പോൾസൺ കൊന്ന വിഷമത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത കൊച്ചേട്ടൻ തന്റെ പാർട്ടിയിലെ MLA ആയ പോൾസന്റെ അനിയൻ സെബാനെ വിളിച്ച് നിന്നെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും നീ ഈ പാർട്ടിയിലെ ആരുമല്ല, ഈ നാടിന്റെ MLAയുമല്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. അതെല്ലാം കേട്ട് തകർന്നു പോയ സെബാൻ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ലിഷയുടെ അച്ഛൻ കൊച്ചേട്ടനെയാണ് കാണിക്കുന്നത്. ലിഷയും വില്യമും തമ്മിൽ സ്നേഹത്തിലാണെന്നറിഞ്ഞ കൊച്ചേട്ടൻ വില്യമിനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അതിനായി കൊച്ചേട്ടൻ വില്യമിന്റെ ചേട്ടനായ സെബാനെ കൂട്ടുപിടിക്കുകയും ചെയ്തു. കൊച്ചേട്ടൻ സെബാനെ കൂട്ടുപിടിക്കാനുള്ള കാരണം സെബാന് പൊളിറ്റിക്സിൽ ഒരു താല്പര്യമുണ്ടെന്നുള്ള കാര്യം കൊച്ചേട്ടൻ അറിയാമായിരുന്നു. അതിനാൽ സെബാൻ ഉറപ്പായും തന്റെ കൂടെ കൂടുമെന്ന് കൊച്ചേട്ടൻ ഉറപ്പുണ്ടായിരുന്നു. ലിഷയും വില്യവും തമ്മിലുള്ള സ്നേഹത്തിൽ എന്തോ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്ന സെബാൻ കൊച്ചേട്ടന്റെ കൂടെ കൂടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സെബാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്ന തന്റെ അനിയൻ വില്യമിനോട് വാടാ, ഇവിടെ ഒരു സ്ഥലത്ത് നല്ല സീനറി ഉണ്ടെന്നും അവിടെ പോയാൽ ധാരാളം ഫോട്ടോസ് എടുക്കാമെന്നും പറഞ്ഞ് വില്യമിനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. തന്റെ ചേട്ടനാണല്ലോ വിളിക്കുന്നത് എന്നും കരുതി യാതൊരു സംശയവും കൂടാതെ വില്യമും സെബാന്റെ കൂടെ പോവുകയും ചെയ്തു. എന്നാൽ സെബാൻ വില്യമിനെയും കൂട്ടിക്കൊണ്ടു പോയത് തോക്കും പിടിച്ചു നിന്നിരുന്ന കൊച്ചേട്ടന്റെ അടുത്തേക്കായിരുന്നു. അപ്പോഴാണ് വില്യമിന് തന്റെ ചേട്ടൻ സെബാൻ തന്നെ ചതിച്ചു കൂട്ടിക്കൊണ്ടു വന്നതാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്.
കൊച്ചേട്ടന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നുവെങ്കിലും ഒറ്റയടിക്ക് വില്യമിനെ കൊല്ലാതെ സെബാന്റെ മുന്നിൽ വെച്ച് തന്നെ തന്റെ ദേഷ്യമെല്ലാം തീരുന്നത് വരെ ഇഞ്ചിഞ്ചായി വളരെ മൃഗീയമായിട്ടാണ് വില്യമിനെ കൊല്ലുന്നത്. അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് വില്യമിന്റെ ശരീരം അവിടെ തന്നെ കുഴിച്ചിടുകയും ചെയ്തു. ഇതെല്ലാം പോൾസൺ അറിഞ്ഞാൽ തങ്ങളെയെല്ലാം പോൾസൺ ഇല്ലാതാക്കുമെന്നറിയാവുന്ന സെബാനും കൊച്ചേട്ടനും പോൾസനെ ജയിലിലാക്കുന്നതിനായി തനിക്ക് പകയുണ്ടായിരുന്ന വേറെ ഒരാളെ കൊലപ്പെടുത്തിയ കൊച്ചേട്ടൻ ആ ബോഡി കൊണ്ടുപോയി നിങ്ങളുടെ വീടിന് പുറകിൽ കുഴിച്ചിടാൻ പറഞ്ഞ് സെബാനെ ഏൽപ്പിക്കുകയാണ്. സെബാൻ ആണെങ്കിൽ കൊച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആ ബോഡി കൊണ്ടുപോയി തങ്ങളുടെ വീടിന് പുറകിൽ കുഴിച്ചിടുകയും ചെയ്തു. അതിനുശേഷം കൊച്ചേട്ടൻ തന്റെ ആളായ SI സക്കറിയയെ വെച്ച് പോൾസനെതിരെ തെളിവുകൾ ഉണ്ടാക്കി ആ കൊലപാതകം ചെയ്തത് പോൾസൺ ആണെന്ന് വരുത്തി തീർത്ത് പോൾസനെ ജയിലിലാക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്യാൻ തന്നെ സഹായിച്ച സെബാന് കൊച്ചേട്ടൻ സമ്മാനമായി കൊടുത്തതായിരുന്നു ആ MLA പദവി. ഇതെല്ലാം കാണിക്കുമ്പോൾ തന്നെ പോൾസണും വില്യമിന്റെ മരണത്തിന് സെബാനും കൂട്ടുനിന്നിരുന്നു എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിരുന്നു. അതറിഞ്ഞപ്പോൾ പോൾസണും അനിയനാണ് എന്ന് പോലും നോക്കാതെ സെബാനെയും കൊന്നിട്ട് ഇതിനെല്ലാം പ്രധാന കാരണക്കാരനായ കൊച്ചേട്ടന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് നിന്റെ മകളെ സ്നേഹിച്ചു എന്ന കാരണത്താൽ എന്റെ അനിയനെ നീ കൊന്നുവല്ലേ, നിന്നെ പോലെയുള്ളവരൊന്നും ഈ ഭൂമിയിൽ ഇനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞ് കൊച്ചേട്ടൻ വില്യമിനെ കൊന്നതുപോലെ പോൾസണും വളരെ മൃഗീയമായി കൊച്ചേട്ടനെ കൊല്ലുകയാണ്. അങ്ങനെ പോൾസന്റെ പരോളിന്റെ കാലാവധിയും തീർന്നു. പോൾസൺ ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് തന്നെ പോവുകയാണ്. അതിനു മുൻപായി പോൾസന്റെ കൂട്ടുകാരനായിരുന്ന ചായക്കടക്കാരന് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ പോൾസൺ ഒരു വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അവർക്ക് ഒരു ബാഗ് കൂടി കൊടുക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ പോൾസൺ നിറയെ പണമടങ്ങിയ ഒരു ബാഗ് തന്റെ ചായക്കടക്കാരൻ കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്തിരുന്നല്ലോ. ആ ബാഗ് തന്നെയാണ് പോൾസൺ അവർക്ക് കൊടുത്തതും. അതിനുശേഷം പോൾസൺ തിരികെ ജയിലിലേക്ക് തന്നെ പോവുകയാണ്. അതോടൊപ്പം ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും വരവെന്ന സിനിമയെക്കുറിച്ച് ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഇതുപോലെ ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.